ഹലോ, നമസ്കാരം. കൊറോണ വൈറസ് അറ്റാക്ക് ലോകത്താകമാനം തന്നെ ഭീതി പരത്തിയിരിക്കുകയാണ്. അതിനു പുറമെ അവശ്യ സാധനങ്ങൾ മാർക്കറ്റിൽ കിട്ടാതാവുന്നത് മറ്റൊരു വിപത്തിലേക്കാണ് വഴിവെക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് നന്നായി ബാധിച്ചിട്ടുണ്ട്. കടകളിൽ മാസ്കുകളും സാനിറ്റൈസറുകളും തീരെ കിട്ടാതായിട്ടുണ്ട്. അഥവാ ഉണ്ടെങ്കിൽ തന്നെയും അന്യായ വിലയ്ക്ക് വിൽക്കുന്ന കച്ചവടക്കാരുമുണ്ട്. ഈ അവസരത്തിൽ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ആദ്യം തന്നെ റബ്ബിംഗ് ആൽക്കഹോളാണ് ഞാൻ എടുക്കുന്നത്. ഇതിനെ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ, സർജിക്കൽ ആൽക്കഹോൾ എന്നെല്ലാം പറയും. ഇതൊരുവിധം എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടുന്ന ഒന്നാണ്. 99% ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഉള്ളതാണ് ഞാനിവിടെ എടുക്കുന്നത്. ഇനി വേണ്ടത് ആലോവേര ജെല്ലാണ്, അതായത് കറ്റാർ വാഴ. നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നതായാലും കുഴപ്പമില്ല. ഞാനിവിടെ ഒരു മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ആലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നത്. ആൽക്കഹോളിനൊപ്പം മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ആലോവേര ജെൽ ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, ആലോവേര ജെൽ നല്ലൊരു മോയ്സ്ചറൈസർ കൂടിയാണ്. 2:1 അനുപാതത്തിലാണ് നമ്മളിവിടെ മിശ്രിതം ചേർക്കാൻ പോകുന്നത്. അതായത് ഞാനിവിടെ 20 ml ആൽക്കഹോളും 10 ml അലോവേര ജെല്ലുമാണ് എടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 60% ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മിശ്രിതം അണുക്കളെ നശിപ്പിക്കാൻ സഹായിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റബ്ബിംഗ് ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് വേണം അലോവേര ജെൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലുള്ള 99% ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ഉള്ളതാണ്. അതുകൊണ്ട് ഞാനത് 60% ആക്കാൻ വേണ്ടിയിട്ട് ഒരു 2:1 അനുപാതത്തിൽ എടുക്കുകയാണ് ഞാൻ രണ്ട് സാധനങ്ങളോടെ. മാർക്കറ്റിൽ പല കോൺസെൻട്രേഷനിലുള്ള റബ്ബിംഗ് ആൽക്കഹോൾ അവൈലബിൾ ആണ്. അതായത് 70% അങ്ങനെ ഒരുപാട് അളവിലുള്ളത് കിട്ടും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വേണം നിങ്ങളത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ആകെ ഉറപ്പാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഉണ്ടാക്കുന്ന മിശ്രിതത്തിൽ 60%മോ അതിൽ കുറച്ചധികമോ ഈ റബ്ബിംഗ് ആൽക്കഹോളിൻ്റെ കണ്ടന്റ് വേണമെന്നുള്ളതാണ്. ഇതോടുകൂടെ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്കിത് ചെറിയൊരു ബോട്ടിലേക്ക്, സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് കൂടെ 4-5 തുള്ളി എസെൻഷ്യൽ ഓയിലോ ഗ്ലിസറിനോ ഒക്കെ വേണം നിങ്ങൾക്ക് ചേർക്കാം, സോഫ്റ്റ്നെസ്സിനും പിന്നെ ഫ്രേഗ്രൻസിനും ഒക്കെ വേണ്ടിയിട്ട്. പക്ഷേ അത് നിർബന്ധമൊന്നുമല്ല, വേണ്ടവർക്ക് മാത്രം ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. കടകളിൽ ലഭിക്കുന്നില്ലെങ്കിലും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്.